Hello children, welcome to Kids Area Online. 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് EVS ആണ്, പരിസ്ഥിതി പഠനമാണ് അടുത്ത സബ്ജക്റ്റ്. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചൊക്കെ കഴിഞ്ഞായിരുന്നോ? ഓക്കെ, അപ്പോൾ ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ശ്രദ്ധയോടെ പഠിക്കുക, കേൾക്കുക, എക്സാം നല്ല ഈസി ആയിട്ട് എഴുതാൻ കഴിയും. ഓക്കെ, റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. എന്നാൽ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയാണ് കേട്ടോ. ലൈവ് ക്ലാസ്സസും ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. സെക്കൻഡ് ടൈം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, എക്സാമോടുകൂടി കഴിയുകയാണ്. തേർഡ് ടൈം ക്ലാസ് ക്രിസ്മസ് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഓക്കെ, എക്സാമിന് പഠിച്ചിട്ട് പോവേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ലാൻഡ് ഓഫ് ആർട്സ്, കലകളുടെ നാട്ടിൽ നിന്നും പഠിച്ചിട്ട് പോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വേരിയസ് ആർട്ട് ഫോം ഓഫ് അവർ സ്റ്റേറ്റ്, നമ്മുടെ കേരളത്തിലെ പ്രധാന ആർട്ട് ഫോംസ്, കലകൾ. ഈ കലകളുടെ പേര് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതെന്താണെന്നറിയാവോ? ഇതാണ് ചാക്യാർ കൂത്ത്. എന്താ? ചാക്യാർ കൂത്ത് കേരളത്തിലെ കലകളാണ് കേട്ടോ. ചാക്യാർ കൂത്ത്. ഇതെന്താണെന്നറിയാവോ? മാർഗം കളി. എന്താ? മാർഗം കളി. ഇതോ? കൂടിയാട്ടം. കൂടിയാട്ടം. ഇത് മാത്രമാണെങ്കിൽ കഥകളി. ഇതാ നോക്കിയേ, ഇതെന്താണ്? കൂടിയാട്ടം. ദഫ്മുട്ട്. ഇതെന്താ? ദഫ്മുട്ട്. തെയ്യം. ഇതെന്താണ്? തെയ്യം. കുമ്മാട്ടി. ഇതെന്താണ്? കുമ്മാട്ടി. ഒപ്പന. ഇതിനെന്താ പറയുക? ഒപ്പന. മോഹിനിയാട്ടം. ഇതെന്താണ്? മോഹിനിയാട്ടം. ഇത് പടയണി. എന്താ? പടയണി. ഇതെല്ലാം വേരിയസ് ആർട്ട് ഫോമാണ്. നമ്മുടെ സ്റ്റേറ്റിലെ വേരിയസ് ആർട്ട് ഫോം, പല വിധത്തിലുള്ള വിവിധമായ കലകളാണ്. ഏതൊക്കെയാണ്? ചാക്യാർ കൂത്ത്, മാർഗംകളി, കൂടിയാട്ടം, ദഫ്മുട്ട്, തെയ്യം, കുമ്മാട്ടി, ഒപ്പന, മോഹിനിയാട്ടം, പടയണി. തെറ്റില്ലല്ലോ. ചിത്രം നൽകിയിട്ടുണ്ടാവും. ചിത്രത്തിന് താഴെ നിങ്ങൾ എന്തു ചെയ്യണം? ഇതിൻ്റെ പേരാണ് എഴുതാനുള്ളത്. പേരെഴുതാൻ മറക്കില്ലല്ലോ. ഇതെന്താണ്? ദഫ്മുട്ട്. ഇതെന്താണ്? കുമ്മാട്ടി. ഇതോ? ഒപ്പന. ഇതോ? ചാക്യാർ കൂത്ത്. ഇതോ? മാർഗം കളി. ഇതെന്താണ്? കൂടിയാട്ടം, തെയ്യം, പടയണി, മോഹിനിയാട്ടം. തെറ്റില്ലല്ലോ. അടുത്ത് ചോദിക്കുന്നതാണ് എൻ്റെ നാട്ടിലെ കളികൾ. നാടൻ കളികൾ അറിയാലോ. ഗെയിംസ് ഇൻ മൈ ലൊക്കാലിറ്റി. നമ്മുടെ നാട്ടിലെ കളികൾ എന്ന് പറഞ്ഞാൽ നാടൻ കളികൾ. കബഡി, ഓലപ്പന്തുകളി, കോഴിയും കുറുക്കനും, പുലികളി, സ്വിങ്ങിങ്, കുട്ടിയും കോലും, കണ്ണുകെട്ടിക്കളി. എന്തൊക്കെയാ? കബഡി, ഓലപ്പന്തുകളി, കോഴിയും കുറുക്കനും കളി, പുലിക്കളി, ഊഞ്ഞാലാട്ടം, കുട്ടിയും കോലും, കണ്ണുകെട്ടിക്കളി. ഇപ്പോൾ നമ്മൾ നാട്ടിൽ കളിക്കുന്ന കളികൾ അറിയാലോ. എഴുതാൻ അറിയില്ലേ? അറിയാം. അതുപോലെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കോക്കനട്ട് ലീഫ് ടോയ്സ്. ഓല ഉപയോഗിച്ച് എന്തെല്ലാം നിർമ്മിക്കാം? ഓല ഉപയോഗിച്ച് എന്തെല്ലാം നിർമ്മിക്കാം? ബോൾ, ഓലപ്പന്ത്. ബോൾ എന്ന് പറഞ്ഞാൽ ഓലപ്പന്ത്. ലീഫ് സ്നാക്ക്, ഓലപ്പാമ്പ്. ലീഫ് പീപ്പി, ഓലപ്പീപ്പി. ലീഫ് ബേർഡ്, ഓലപ്പക്ഷി. ലീഫ് വാച്ച്, ഓല വാച്ച്. ലീഫ് ടോപ്പ്, ഓലപ്പമ്പരം. ലീഫ് സ്പെക്ടക്കിൾസ്, ഓലക്കണ്ണാടി. അപ്പോൾ ഓല വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാം? സ്നേക്ക്, ബോൾ, പീപ്പി, ബേർഡ്, വാച്ച്, ടോപ്പ്, സ്പെക്ടക്കിൾസ്. എന്തൊക്കെയാ? പന്ത്, പാമ്പ്, പീപ്പി, പക്ഷി, വാച്ച്, പമ്പരം, കണ്ണാടി. ഓർമ്മയിരിക്കുമല്ലോ. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ട് ഏതൊക്കെയാണ്? ടെമ്പിൾ ഫെസ്റ്റിവൽസുമായി ബന്ധപ്പെട്ട ആർട്ട് ഓട്ടംതുള്ളൽ, കഥകളി, നാദസ്വരം,
ചെണ്ടമേളം, ചാക്യാർ കൂത്ത്, പഞ്ചവാദ്യം, ദഫ്മുട്ട്, ഇതെല്ലാം ടെമ്പിൾ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെയാണ്? ഓട്ടംതുള്ളൽ, കഥകളി, നാദസ്വരം, ചെണ്ടമേളം, ചാക്യാർ കൂത്ത്, പഞ്ചവാദ്യം, ദഫ്മുട്ട്. അപ്പോൾ ആഘോഷങ്ങളുമായി, ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം, അത് അറിയാമല്ലോ. ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? ആർട്ട് ഫോം റിലേറ്റഡ് ടു ഫെസ്റ്റിവൽസ്, ഇത് ടെമ്പിൾ ഫെസ്റ്റിവൽസ്. ഉത്സവങ്ങൾ, ഇതാണെങ്കിലോ ആഘോഷം. ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ ഏതൊക്കെയാ? ആർട്ട് ഏതൊക്കെയാ? തിരുവാതിര. ഓണത്തിന് തിരുവാതിര കളിക്കില്ല. തിരുവാതിര, ഒപ്പന, മാർഗംകളി, പരിചമുട്ടുകളി. എന്തൊക്കെയാ? തിരുവാതിര, ഒപ്പന, മാർഗംകളി, പരിചമുട്ടുകളി. തെറ്റില്ലല്ലോ. ഇതെന്താണ്? കഥകളി. കഥകളി നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. എന്താ? കൂടിയാട്ടം കണ്ടായിരുന്നു. ഓർമ്മിക്കുന്നുണ്ടോ? ഒരുമിച്ചുള്ളത്. യെസ്, കൂടിയാട്ടം. കഥകളി, ഇത് കഥകളിയാണ്. ഒറ്റയ്ക്കാണെങ്കിൽ കഥകളി. കഥകളി ഈസ് ആൻ ആർട്ട് ഫോം ഓഫ് കേരള. കേരളത്തിലെ കലയാണ് കഥകളി. കേരളത്തിലെ കലാരൂപമാണ് കഥകളി. ഇൻ കഥകളി, ഡാൻസ്, ആക്ടിംഗ്, മ്യൂസിക് ആൻഡ് ദ മുദ്രാസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. കഥകളിയിൽ ഡാൻസിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രകൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. കഥകളിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കഥകളി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. ആർട്ടിൽ കിങ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കഥകളിയാണ് കേട്ടോ. ആർട്സിന്റെ കിങ് ഓഫ് ആർട്സ്. ആർട്സിന്റെ കിങ് അറിയപ്പെടുന്നത് ആരാ? കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാ? കഥകളി. ഇത് ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. കഥകളി കേരളത്തിലെ ആർട്ട് ഫോമാണ്. ഡാൻസിനും ആക്ടിങ്ങിനും മ്യൂസിക്കിനും മുദ്രയ്ക്കും ഒരേ പ്രാധാന്യമാണ്. പിന്നെ കഥകളിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിങ് ഓഫ് ആർട്സ്. ഈ പാഠത്തിൽ നമ്മൾ ആർട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ആർട്സിന്റെ കിങ് എന്നറിയപ്പെടുന്നത് ആരാ? കഥകളി. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാണ് തിരുവാതിര. തിരുവാതിര എന്ന് പറയുന്നത് ധനുമാസത്തിലാണ് കളിക്കുന്നത്. തിരുവാതിര ഏത് മാസത്തിലാണ്? മന്ത് ഓഫ് ധനു. തിരുവാതിര എപ്പോഴാണ്? മന്ത് ഓഫ് ധനു. ധനുമാസം. ധനു എന്ന് പറഞ്ഞാൽ മലയാള മാസം. ജനുവരി, ഫെബ്രുവരി അതല്ല, മലയാള മാസം. അതിലുള്ള ധനുമാസത്തിലാണ് തിരുവാതിര കളിക്കുന്നത്. തിരുവാതിര കളിക്കാർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളീയ വേഷം ധരിക്കണം. ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂംസ്. വുമൺ വെയർ ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂംസ്. തിരുവാതിര കളിക്കുന്നവർ എന്താ ചെയ്യേണ്ടേ? കേരളീയ വേഷം ധരിക്കണം. ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂംസ് ധരിക്കണം. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഡെക്കറേറ്റ് ദെയർ ഹെയർ വിത്ത് ദശപുഷ്പം. അവർ മുടിയിൽ എന്ത് കെട്ടണം? ദശപുഷ്പം ചൂടണം. അവർ അവരുടെ മുടിയിൽ ദശപുഷ്പം ചൂടണം. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ധനുമാസത്തിലാണ് തിരുവാതിര കളിക്കുന്നത്. സ്ത്രീകളാണ് കളിക്കുന്നത്. കേരളീയ വേഷം, ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂംസ് ആണ് ധരിക്കേണ്ടത്. തലമുടിയിൽ എന്ത് വയ്ക്കണം? ദശപുഷ്പം ചൂടണം. ഡെക്കറേറ്റ് ദെയർ ഹെയർ വിത്ത് ദശപുഷ്പം. ഓക്കെ, മറക്കില്ലല്ലോ. ഇതാണ് തിരുവാതിര. അടുത്ത് തുള്ളൽ, ഓട്ടൻ തുള്ളൽ. തുള്ളൽ എന്നും ഓട്ടൻ തുള്ളൽ. തുള്ളലിൽ 3 ഇതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഓട്ടൻ തുള്ളൽ. തുള്ളൽ എന്ന കലാരൂപത്തിന് സ്റ്റാർട്ട് ചെയ്തത്, തുള്ളൽ എന്ന കലാരൂപം കണ്ടുപിടിച്ചത് ആരാണെന്നറിയാവോ? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ ഫൗണ്ടഡ് തുള്ളൽ. ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ തുള്ളൽ എന്ന കലാരൂപം, ഇതാണ് തുള്ളൽ. കണ്ടോ, ഈ തുള്ളൽ എന്ന കലാരൂപം തുടങ്ങിയത് ആരാ? കുഞ്ചൻ നമ്പ്യാർ. തെറ്റില്ലല്ലോ. ആരാ? കുഞ്ചൻ നമ്പ്യാർ. സമൂഹത്തിലെ തിന്മകളെ പരിഹസിച്ചുകൊണ്ടും നർമ്മരസം കലർത്തിയുമാണ് ഈ കലാരൂപം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്താ? ഇവിടെയുള്ള ഈവിൾസ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിലെ തിന്മകൾ, അതിനെന്ത് ചെയ്യുന്നു? ഹ്യൂമറാക്കി അവതരിപ്പിക്കുന്നതാണ് കളിയായി. അത് നർമ്മരസം ചിരിപ്പിച്ചുകൊണ്ട് അതിനെ എന്താണ് പരിഹസിക്കുന്നതാണ് ഈ ഓട്ടൻതുള്ളൽ. അത് ഈ തുള്ളൽ എന്ന് പറയുന്നത്. തുള്ളൽ 3 തരത്തിലുണ്ട്. 1 ഓട്ടൻ തുള്ളൽ, 2 പറയൻ തുള്ളൽ, 3 ശീതങ്കൻ തുള്ളൽ.
തുള്ളൽ എത്ര വിധമുണ്ട്? തുള്ളൽ ഈസ് ഓഫ് 3 ടൈപ്സ്. ഏതൊക്കെയാ? ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, അടുത്തതെന്താ? ശീതങ്കൻ അല്ലെങ്കിൽ സീതങ്കൻ. ശീതങ്കൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ഇങ്ങനെ തുള്ളൽ 3 വിധമുണ്ട്. തുള്ളൽ കണ്ടുപിടിച്ചത് ആരാ? കുഞ്ചൻ നമ്പ്യാർ. ആരാ? കുഞ്ചൻ നമ്പ്യാർ. തെറ്റില്ലല്ലോ. കഥകളി പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. കഥകളി കിങ് ഓഫ് ആർട്സ്, കലകളുടെ രാജാവാണ്. കുഞ്ചൻ നമ്പ്യാർ കണ്ടുപിടിച്ചതാണ് തുള്ളൽ. തുള്ളൽ 3 ഉണ്ട്. ഏതൊക്കെയാ? ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ തുള്ളൽ 3 വിധമുണ്ട്. തെറ്റോ? ഇല്ല. അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. ഓണം ഈസ് അവർ നാഷണൽ ഫെസ്റ്റിവൽ. അതോടൊപ്പം വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് ഓണം. ഓണം ഈസ് ഓൾസോ എ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ ഓണം എന്ന് പറയുന്ന നാഷണൽ ഫെസ്റ്റിവലുമാണ്, ഹാർവെസ്റ്റ് ഫെസ്റ്റിവലുമാണ്. ഓണം എന്തൊക്കെയാണ്? നാഷണൽ ഫെസ്റ്റിവൽ, ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. ദേശീയ ഉത്സവമാണ്, വിളവെടുപ്പ് ഉത്സവമാണ്. ഓണം ദേശീയ ഉത്സവവുമാണ്, വിളവെടുപ്പ് ഉത്സവവുമാണ്. അപ്പോൾ വിളവെടുപ്പ് ഉത്സവം ഏതെന്ന് ചോദിച്ചാൽ ഓണം. ദേശീയ ഉത്സവം ഏതെന്ന് ചോദിച്ചാൽ ഓണം. ഓണം നാഷണൽ ഫെസ്റ്റിവലുമാണ്, ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ വിളവെടുപ്പ് ഉത്സവവുമാണ്. അടുത്ത് കോൽകളി. കോൽകളി എന്ന് പറഞ്ഞാൽ ആ ആർട്ട് എന്ന് പറയുന്നത് സിങ് ടുഗദർ ആൻഡ് ഡാൻസ് ടു ദ റിതം ഓഫ് ദ സോങ്. അവർ ഒരുമിച്ച് പാടി വട്ടത്തിലാണ് കേട്ടോ. ഡാൻസ് ഇൻ എ സർക്കിൾ. പെർഫോമേഴ്സ് ഡാൻസ് ഇൻ എ സർക്കിൾ. അവർ വട്ടത്തിലാണ്. തിരുവാതിരയും വട്ടത്തിലാണ്, അതുപോലെ കോൽകളിയും വട്ടത്തിലാണ്. എന്നിട്ടോ ഒരുമിച്ച് പാടിയും താളത്തിൽ ചുവട് വെച്ചും തമ്മിലുള്ള കോലുകളുണ്ട്, സ്റ്റിക്സ്. കോലുകൾ തമ്മിൽ അടിച്ച് കളിക്കുന്നതാണ് കോൽക്കളി. ബീറ്റിംഗ് ദ സ്റ്റിക്സ്. ബീറ്റിംഗ് ദ സ്റ്റിക്സ്. കണ്ടോ കോല്? കണ്ടോ? ഈ കോല് വെച്ച് അടിച്ച് കളിക്കുന്നതാണ് കോൽകളി. ബീറ്റിംഗ് ദ സ്റ്റിക്സ്. അത് മറക്കരുത്. കോൽകളി ബീറ്റിംഗ് ദ സ്റ്റിക്സ്. സർക്കിളിലായിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. അവർ പാടും, ഡാൻസ് ചെയ്യും, സർക്കിളായിട്ടാണ് ചെയ്യുന്നത്. അതോടൊപ്പം എന്തും ചെയ്യും? ബീറ്റിംഗ് ദ സ്റ്റിക്സ്. കോലുകൾ തമ്മിൽ അടിച്ചും കളിക്കുന്ന കലാരൂപമാണ് കോൽക്കളി. ഇനി അപ്പോൾ നമ്മൾ കുറച്ച് കളികൾ പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചെന്ന് ഓർമ്മിക്കുന്നുണ്ടല്ലോ. കഥകളി പഠിച്ചു, ഓട്ടം തുള്ളൽ പഠിച്ചു, തിരുവാതിര കളി പഠിച്ചു, ഇപ്പോൾ കോൽക്കളിയും നമ്മൾ പഠിച്ചു. ഇനി എന്താണെന്ന് അറിയാവോ? ഇവിടെ കാണുന്നുണ്ട്, ഒരു പ്രതിമ പോലെ കാണുന്നുണ്ടോ? ഇവിടെ എന്ത് കാണുന്നു? പിക്ചേഴ്സ് കാണുന്നല്ലേ. ഇത് 2 കലകളാണ്. ഇത് ശില്പകല, ഇത് ചിത്രകല. പറഞ്ഞേ, ഇത് ചിത്രം, ചിത്രകല. ഇത് ശില്പം, ശില്പകല. അപ്പോൾ ഇതിൽ 2 കലകളുണ്ട്. ഏതൊക്കെയാ? ചിത്രകല, ശില്പകല. ഇത് നിങ്ങൾ പഠിപ്പിക്കാനാണ് ഇത് ടീച്ചർ ഈ പിക്ചർ എടുത്തിട്ടുള്ളത്. ഇതെന്താണ്? ചിത്രകല. ഇതെന്താണ്? ശില്പകല. അപ്പോൾ കേരളത്തിൽ ഒരു ഫേമസ് ആയിട്ടുള്ള പെയിൻറ്ററും ആർട്ടിസ്റ്റും ഉണ്ട്. ആരാണെന്നറിയാമോ? രാജാ രവിവർമ്മ. ആരാ? രാജാ രവിവർമ്മ. ഈ ചിത്രം കാണിച്ചിട്ട് ഇത് ആരാണ് വരച്ചതെന്ന് ചോദിച്ചാൽ ആരാണ്? രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ വരച്ച പ്രശസ്തമായ ചിത്രമാണ് ഈ കാണുന്നത്. കണ്ടോ? ഇതാരാണ് വരച്ചത്? രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ എന്തിലാണ് പ്രശസ്തിയുള്ളത്? പെയിന്റർ ആൻഡ് ആർട്ടിസ്റ്റ്. ചിത്രകലയിലാണ് കേട്ടോ. ചിത്രകല. രാജാ രവിവർമ്മ ചിത്രം വരയ്ക്കുന്നതിൽ, ചിത്രം വരച്ച് പെയിന്റ് ചെയ്യുന്നതിൽ. അപ്പോൾ ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റാണ് അല്ലേ? പെയിന്റ് ചെയ്യുന്ന പെയിന്ററാണ്. അപ്പോൾ പെയിന്റർ ആൻഡ് ആർട്ടിസ്റ്റ് കൂടിയാണ് രാജാ രവിവർമ്മ. ഓക്കെ, വരച്ച് പെയിന്റ് ചെയ്യുക. അപ്പോൾ ആർട്ടിസ്റ്റ് ആൻഡ് പെയിന്ററും ആണ് രാജാ രവിവർമ്മ. ചിത്രകല എന്താ? ചിത്രകലയിൽ പ്രശസ്തനാണ് രാജാ രവിവർമ്മ. ഇതാര് വരച്ച ചിത്രമാണ്? രാജാ രവിവർമ്മ. തെറ്റില്ലല്ലോ. രാജാ രവിവർമ്മ കേരളീയനാണോ? അതെ, കേരളീയനാണ്. ഇനി സോങ്, മ്യൂസിക്. മ്യൂസിക് എന്ന് പറയുന്ന ആർട്ടിൽ പ്രശസ്തരായ 2 ആളുകളാണ് ഇരയിമ്മൻ തമ്പിയും സ്വാതി തിരുനാളും. ആരൊക്കെയാ? ഇരയിമ്മൻ തമ്പി, സ്വാതി തിരുനാൾ. അപ്പോൾ മ്യൂസിക്കിൽ പ്രശസ്തിയുള്ള ആൾക്കാരാണ് ഇരയിമ്മൻ തമ്പിയും സ്വാതി തിരുനാളും. ഏത് കലയിലാണ്? മ്യൂസിക്. അപ്പോൾ ചിലപ്പോൾ മാച്ച് ചെയ്യാനുണ്ടാകും. സ്വാതി തിരുനാളും ഇരയിമ്മൻ തമ്പിയും ഏത് ഫീൽഡാണ്? ഏത് ആർട്ടാണ്? മ്യൂസിക്. തെറ്റില്ലല്ലോ. സംഗീതം. ഏതാ? സംഗീതം.
ഇരയിമ്മൻ തമ്പിയുടെ ഒരു പാട്ടാണ് ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ. ഈ ഗാനം കേട്ടിട്ടുണ്ടോ? ഈ ഗാനം ആരെഴുതിയെന്നറിയാവോ? ഇരയിമ്മൻ തമ്പിയാണ്. ആരാണ്? ഇരയിമ്മൻ തമ്പി. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ, ഇതാരെഴുതിയതാ? ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി എന്തിലാണ് പ്രശസ്തൻ? സാഹിത്യ സംഗീത രംഗം, സംഗീതം. ഓക്കെ. സ്വാതി തിരുനാളും സംഗീതജ്ഞനാണ്. എന്താണ്? മ്യൂസിക് ആണ്, മ്യൂസിക് ഫീൽഡാണ് കേട്ടോ സ്വാതി തിരുനാളും. 500-ൽ കൂടുതൽ ഗാനങ്ങൾ സ്വാതി തിരുനാൾ എഴുതിയിട്ടുണ്ട്. സ്വാതി തിരുനാളും എന്തിൽ പ്രശസ്തനാണ്? മ്യൂസിക്. ഇരയിമ്മൻ തമ്പിയും സ്വാതി തിരുനാളും ഏത് ആർട്ടിലാണ് പ്രശസ്തരായിട്ടുള്ളത്? മ്യൂസിക്. ഓമനത്തിങ്കൾ കിടാവോ ആരെഴുതിയതാണ്? ഇരയിമ്മൻ തമ്പി. തെറ്റില്ലല്ലോ. രാജാവായിരുന്ന സംഗീതജ്ഞനാണ് സ്വാതി തിരുനാൾ. ഇത് രാജാവാണ് കേട്ടോ. സ്വാതി തിരുനാൾ രാജാവായിരുന്നു. അതോടൊപ്പം അയാൾ എന്തായിരുന്നു? സംഗീതജ്ഞനുമായിരുന്നു, മ്യൂസിക് ഫീൽഡിലുള്ള ആളുമായിരുന്നു. അടുത്ത നാടൻ പാട്ടുകൾ. നാടൻ പാട്ടെന്ന് തലമുറയായി കൈമാറി വരുന്ന ഗ്രാമീണ ഗാനങ്ങൾ. നമ്മുടെ ഒരു നാട്ടിൽ പാടുന്ന ഒരു ഗ്രാമത്തിൽ പാടുന്ന ഗാനമാണ്. ആ ഗ്രാമത്തിൽ മാത്രമേ ഇത് കാണത്തുള്ളൂ. അതാണ് നാടൻ പാട്ടുകൾ, ഫോക്ക് സോങ്. ഫോക്ക് സോങ് എന്ന് പറഞ്ഞാൽ ഫോക്ക് സോങ്സ് ആർ ദ സോങ്സ് ഓഫ് ലൊക്കാലിറ്റി ദാറ്റ് ആർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ലൊക്കാലിറ്റിയിൽ പാടുന്ന, ഓരോ ലൊക്കാലിറ്റിയിലും പാടുന്ന പാട്ടാണ് ഫോക്ക് സോങ്. ഞാറ്റുപാട്ട് എന്ന് പറയുന്നത് ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ടാണ് ഞാറ്റുപാട്ട്. എന്താ ഞാറ്റുപാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ടാണ് ഞാറ്റുപാട്ട്. പുഞ്ചാരപ്പാടത്തെ പൂങ്കുയിലെ പുന്നാരപ്പാട്ടൊന്നു പാടാമോ, അക്കണ്ടം നട്ടു ഞാൻ ഇക്കണ്ടം നട്ടു ഞാൻ മേലെ കണ്ടത്തിൽ ഞാറു നട്ടു. ഞാറ് നടുമ്പം പാടുന്ന പാട്ടാണ് ഞാറ്റുപാട്ട്. തെറ്റില്ലല്ലോ. ഓക്കെ. അടുത്തതാണ് വടക്കൻ പാട്ട്. വടക്കൻ പാട്ട് എന്ന് പറഞ്ഞാൽ തച്ചോളി ഉദയനനും ഉണ്ണിയാർച്ചയും അംഗം വെട്ടും. കണ്ടോ? അംഗം വെട്ടുക എന്ന് പറഞ്ഞാൽ അറിയാലോ. അംഗം വെട്ടുമ്പോൾ ആ കാര്യത്തെ വർണ്ണിക്കുന്ന പാട്ടുകളായിരുന്നു വടക്കൻ പാട്ടുകൾ. ഓക്കെ. അംഗം ആരൊക്കെ തമ്മിൽ? തച്ചോളി ഉദയനനും ഉണ്ണിയാർച്ചയും തമ്മിലുള്ള അംഗത്തെ കുറിക്കുന്ന പാട്ടുകളായിരുന്നു വടക്കൻ പാട്ടുകൾ. ഇനി മാപ്പിളപ്പാട്ട് കേരളത്തിൽ ആരാണ് പരിചയപ്പെടുത്തിയതെന്ന് അറിയാവോ? മോയിൻകുട്ടി വൈദ്യർ. ആരാ? മോയിൻകുട്ടി വൈദ്യരാണ് മാപ്പിളപ്പാട്ടിനെ കേരളത്തിൽ പരിചയപ്പെടുത്തിയത്. കേരള സമൂഹത്തിന് മാപ്പിളപ്പാട്ട് പരിചയപ്പെടുത്തിയത് ആരാ? മോയിൻകുട്ടി വൈദ്യർ. അപ്പം ഇത്രയുമാണ് നമ്മുടെ 4ാം ക്ലാസ്സിലെ കലകളെ കുറിച്ചുള്ള പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലായല്ലോ. കഥകളി എന്ന് പറയുന്നത് കിങ് ഓഫ് ആർട്സ് ആണ്. തുള്ളൽ ആരാണ്? തുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാ? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയെന്നറിയാലോ? ശീതങ്കൻ, പറയൻ, ഓട്ടൻ തുള്ളൽ. അതുപോലെ തിരുവാതിര എന്ന് പറയുന്നത് ഏത് മാസത്ത് കളിക്കുന്നതാണ്? ധനുമാസത്തിൽ. തലയിൽ ദശപുഷ്പം ചൂടണം. കേരളത്തിലെ ട്രഡീഷണൽ കോസ്റ്റ്യൂം ധരിക്കണം, കേരളീയ വേഷം ധരിക്കണം. കോൽക്കളി എന്ന് പറഞ്ഞാൽ സ്റ്റിക്സ് അടിച്ച് പാടുന്നതാണ് കോൽക്കളി. അടുത്തെന്താണ് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ച? ചിത്രകല, ശില്പകല. ചിത്രകലയിൽ പ്രശസ്തനായിട്ടുള്ള ഒരു കേരളീയനാണ് ആരാ? രാജാ രവിവർമ്മ. വരച്ച ചിത്രം ഓർമ്മയുണ്ടല്ലോ. മ്യൂസിക് ഫീൽഡിൽ പ്രധാനപ്പെട്ട 2 പേരാണ് ഇരയിമ്മൻ തമ്പിയും സ്വാതി തിരുനാളും. ഇനി ആഘോഷങ്ങളിലുള്ള ആർട്ട് ഏതൊക്കെയാണ്? ടെമ്പിളിലുള്ള ടെമ്പിൾ ഫെസ്റ്റിവലിലുള്ള ആർട്സ് ഏതൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ നോക്കി. നാടൻ കളികൾ നോക്കി. ഓല ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ടോയ്സ് നോക്കി. ഇതൊക്കെ നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. ചോദിച്ചാൽ എഴുതാനായിട്ട് അറിയാലോ. ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് ഇന്ന് തന്നെ കുറച്ച് കഴിയുമ്പോൾ പഠിക്കാം. അതുകൊണ്ട് എല്ലാവരും ഇത് കഴിഞ്ഞ ഉടനെ ആ ക്ലാസ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു.